നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഗംഭീര തുടക്കം കുറിച്ചിരിക്കുകയാണ് BJP. ആദ്യം തന്നെ പ്രധാനമന്ത്രിയുടെ റാലിയോടെയാണ് തുടക്കം. പരിവർത്തൻ റാലി എന്ന് പേരിട്ട പടുകൂറ്റൻ റാലിയെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്. രോഹിണിയിലെ ജാപ്പനീസ് പാർക്കിലാണ് ഇന്ന് മോദിയുടെ റാലി നടന്നത്. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയെ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ തുടക്കം. പ്രസംഗത്തിലുടനീളം അദ്ദേഹം ആപ്പിനെ കടന്നാക്രമിച്ചു. കഴിഞ്ഞ 10 വർഷം ദില്ലിയുടെ വികസനം മുരടിപ്പിച്ച ദുരന്തമായിരുന്നു ആം ആദ്മി പാർട്ടിയെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ദില്ലിക്ക് വേണ്ടി കെജ്രിവാളും കൂട്ടരും ഒന്നും ചെയ്തില്ല. ഇതുവരെ നടന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് ദില്ലിയുടെ വിശ്വാസം BJPയിലാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ദില്ലിയെ ലോകോത്തരമായ തലസ്ഥാന നഗരമാക്കി മാറ്റും. അടുത്ത 25 വർഷം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണെന്നും വികസിത ഭാരതത്തിൻ്റെ വളർച്ചയിൽ ദില്ലിയുടെ സംഭാവന ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ദില്ലിയിൽ വിജയിച്ച ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ BJP വലിയ ഭീഷണി ഉയർത്തുകയാണ്. ആപ്പിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നഷ്ടമായതും കെജ്രിവാൾ ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ അഴിമതി കേസുകളിൽ ജയിലിലായതും പാർട്ടിയെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലാ സീറ്റുകളും BJP തൂത്തുവാരിയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ 36-ാം വയസ്സിൽ മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് കരൺ സിംഗിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ചർച്ചയാകുകയാണ്. രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ എത്തിയിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അദ്ദേഹം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേതാവാണെന്നാണ് കരൺ സിംഗ് പറയുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി മിടുക്കിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ശരാശരി കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം അഭിപ്രായമാണ്. ആരോട് എപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം മെച്ചപ്പെടുന്നുണ്ട് എന്നാകും പറയുക. ഇത് വല്ലാത്തൊരു മെച്ചപ്പെടുത്തലായി തോന്നുന്നില്ലേ? രാഹുൽ ജീവിതകാലം മുഴുവൻ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. രാഹുലിനേക്കാൾ മികച്ച ഒരു നേതാവിനെ കോൺഗ്രസ് നേതാക്കൾ തിരയുന്നുണ്ട് എന്നാണ് കരൺ സിംഗിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. തൽക്കാലം അവർക്ക് പ്രിയങ്കയെ കിട്ടിയാലും മതി. തിരുവനന്തപുരത്ത് സ്കൂൾ കലോത്സവം നടക്കുകയാണ്. ഒരു ചാനൽ അവതാരക കൂളിംഗ് ഗ്ലാസ് വെച്ച് ചെണ്ടമേളത്തോടെ ആദ്യ ദിവസം വന്നിറങ്ങിയപ്പോൾ 2ാം ദിനം മുതൽ മറ്റ് ചാനലുകളുടെ അവതാരകരും കൂളിംഗ് ഗ്ലാസുമായി വന്നിറങ്ങി. തിരുവനന്തപുരത്തിൻ്റെ വില കളയല്ലേ മാപ്രകളെ. കലോത്സവം കളറാക്കാൻ പോയ നിങ്ങൾ ഇപ്പോൾ അത് കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കലോത്സവത്തിലെ താരങ്ങൾ അതിൽ പങ്കെടുക്കുന്ന പ്രതിഭകളാണ്. അവിടെ കിടന്ന് അലമ്പു കാണിക്കുന്ന മാപ്രകളെയെല്ലാം ഇങ്ങനെ പോയാൽ വിദ്യാഭ്യാസ മന്ത്രിയപ്പൂപ്പൻ പിടിച്ച് പുറത്താക്കും. ഏറ്റവും ഒടുവിലത്തെ അലമ്പ് നിങ്ങൾ അറിഞ്ഞോ? ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവ വേദികൾക്ക് മുകളിൽ തലങ്ങും വിലങ്ങും മാപ്രകളുടെ ഡ്രോണുകൾ പറക്കുകയാണ്. വിധികർത്താക്കളുടെ മുകളിലൂടെ പോലും ഒരു മര്യാദയുമില്ലാതെ ഡ്രോൺ പറത്തി. മത്സരഫലം ചോർത്താൻ പോലും ശ്രമം നടന്നോ എന്ന് സംശയവുമുണ്ടായി. ഇതോടെ മന്ത്രിയപ്പൂപ്പൻ വടിയെടുത്തു. വേദികൾക്ക് മുകളിലൂടെ ഡ്രോൺ പറത്തുന്നതിന് അധികൃതർ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. സമാധാനമായല്ലോ മാപ്രകളെ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.